എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ കുറച്ച് മനോഹരമായ ചെടികളുടെ അൺബോക്സിംഗ് ആണ്. ഡെയ്സി, ജമന്തി, 10 മണി ചെടികൾ എന്നിവയാണ് ഇന്നത്തെ അതിഥികൾ. ഈ ചെടികളുടെ പാക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു, ദൂരയാത്ര കഴിഞ്ഞ് വന്ന നമ്മുടെ ചെടികളുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. 10 മണി ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് അലാന വെറൈറ്റി. അതിൻ്റെ 4 വെറൈറ്റി ഉണ്ട്. പിന്നെ 10 മണിയിലെ സുന്ദരിയായ ലേഡി റോസ്, അതൊക്കെ ഈ പാക്കിൽ ഉണ്ട്. ഈ ചെടികളെല്ലാം തന്നെ നല്ല ഫ്രഷായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 1-2 വെറൈറ്റിയൊക്കെ വെക്കാൻ മറന്നുപോയെങ്കിലും ഞാൻ ചോദിച്ചതിൽ കൂടുതൽ വെറൈറ്റികൾ അവർ വെച്ചിട്ടുമുണ്ട്. ഈ അലാന വെറൈറ്റിയൊക്കെ അതിൻ്റെ തണ്ടിനും ലീഫിനും ഒക്കെ നല്ല പ്രത്യേകതയാണ്. തണ്ടിനൊക്കെ മറ്റേ നമ്മുടെ സാധാ 10 മണിയുടെ തണ്ടിനെക്കാട്ടി നല്ലൊരു കനമൊക്കെ ഉള്ള ഇതാണ്. അതിൻ്റെ ഒരു 4 കളറ് ഉണ്ട്. ഈ അലാന വെറൈറ്റിക്കകത്തിൽ വൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ആ വൈറ്റ് അലാന കണ്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് ലേഡി റോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പാക്കിംഗ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു. പ്ലാന്റ്സ് എല്ലാം നല്ല ഫ്രഷായിട്ട് കിട്ടി. അടുത്തൊരു പാക്കറ്റൂടെ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അത് കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. ഒരു 3-4 ദിവസം എടുത്തു. ചെടികളുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് DTDC അവധി ആയതുകൊണ്ട് ഒരു ദിവസം അവിടെ കിടന്നു. അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടാണ് നമ്മൾക്ക് കൈ കിട്ടിയത്. പാക്കിംഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എല്ലാം കൂടെ നനഞ്ഞ് കുഴഞ്ഞ് പാക്കറ്റൊക്കെ കീറിയതുപോലായി വല്ലാത്ത ഒരവസ്ഥയിലാണ് നമുക്ക് പ്ലാന്റ് കൈ കിട്ടിയിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഡെയ്സി ചെടി ഞാൻ 3 വാങ്ങിയായിരുന്നു. 2 മൾട്ടിപെറ്റലിൻ്റേതും 1 സിംഗിൾ പെറ്റലായിട്ടുള്ളതും. അതിന് മൾട്ടിപെറ്റലിന് 50 രൂപയും സിംഗിൾ പെറ്റലിനായിട്ടുള്ളത് 40 രൂപയുമായിരുന്നു. അതുപോലെ ജമന്തിയും 3 വാങ്ങിയായിരുന്നു. നല്ല നാടൻ ജമന്തിയായിരുന്നു. അതിന് ഒരെണ്ണത്തിന് റേറ്റ് 45 രൂപയായിരുന്നു ഒരു ജമന്തിയുടെ. പ്ലാന്റ് കുഴപ്പമില്ലായിരുന്നു. എന്നാലും ആ ഈർപ്പമൊക്കെ അടിച്ച് ഡെയ്സി ചെടിയുടെ 1-2 എണ്ണത്തിൻ്റെ മണ്ടയൊക്കെ ഒരുമാതിരി അഴുകിയ പോലെ ആയിപ്പോയി. ജമന്തിയുടെ ആണെങ്കിലും 2 മൂടി ജമന്തി നല്ല ഫ്രഷായിട്ട് കിട്ടി. ഒരെണ്ണം ഇച്ചിരി ആരോഗ്യക്കുറവ് പോലെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം ഞാൻ പിന്നെ നട്ടു. അന്ന് തന്നെ നട്ടു. ഞാൻ പിന്നെ ഇത് ഓൺലൈനായിട്ട് വാങ്ങുന്ന ചെടികളെല്ലാം സാധാ മണ്ണ് മാത്രം ഉപയോഗിച്ചാണ് നടുന്നത്. വളമൊന്നും കൊടുക്കത്തില്ല. ഇത്രയും യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ക്ഷീണിച്ച് വരുന്നതല്ലേ, നമ്മളധികം ടെൻഷനൊന്നും കൊടുക്കണ്ടായല്ലോ. അതുകൊണ്ട് വളമൊന്നും കൊടുക്കാതെ നല്ല മണ്ണിനകത്ത് മാത്രം നട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് തണലത്ത് വെക്കത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായി നമ്മുടെ കാലാവസ്ഥയുമായിട്ടൊക്കെ യോജിച്ച് നമ്മുടെ പോട്ടുമായിട്ടൊക്കെ ആയി നല്ല ഇതായി കഴിഞ്ഞിട്ട് വേരൊക്കെ ഓടി നല്ലതായി കഴിഞ്ഞിട്ട് നമുക്ക് വളമൊക്കെ കൊടുത്ത് വേറൊരു പോട്ടിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ അതിനെല്ലാം ഞാൻ ചെറിയ പോട്ടുകളിലോട്ടാണ് എല്ലാത്തിനെയും നട്ട് നല്ല തണലത്താണ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇതിനെയൊന്നും നമ്മൾ നട്ടിട്ട് വെയിലത്ത് കൊണ്ടുവെക്കാൻ പാടില്ല. അത് കിളിച്ച് വേറെ ഇലകളൊക്കെ വന്നതിന് ശേഷമേ അതിനെല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെയിലത്തൊട്ടൊക്കെ വെക്കത്തുള്ളൂ. അതുവരെ നമ്മൾ തണലത്താണ് ഇതിനെ സൂക്ഷിക്കുന്നത്. അതേപോലെ അലാന വെറൈറ്റി 4 എണ്ണത്തിനും കൂടെ 100 രൂപയായിരുന്നു. 4-5 കട്ടിങ്സ് ഉണ്ടായിരുന്നു. മറ്റേ ലേഡി റോസിന് ഒരു വെറൈറ്റിക്ക് 25 രൂപയായിരുന്നു. അതൊരു 3-4 കട്ടിങ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ സെറ്റ് ചെയ്തെല്ലാം വെച്ചു. ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ നട്ടിട്ട് പിറ്റേ ദിവസം ജമന്തി 2 നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട്. ഡെയ്സിയും 1 നന്നായിട്ട് നിൽപ്പുണ്ട്. മറ്റ് 2 ഒരിച്ചിരി തൂങ്ങിയാണ് നിൽക്കുന്നത്, വാടി ഇതായിട്ടാണ് നിൽക്കുന്നത്. അതിന് പ്രത്യേക കെയറൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരണം. 2 മൂടി ഡെയ്സിയും 1 മൂടി ജമന്തിയും അതിന് നല്ല ഫ്രഷാക്കി കൊണ്ടുവന്നിട്ട് വേറൊരു വീഡിയോ അടുത്ത ചെയ്യുന്നതായിരിക്കും.
കൂട്ടുകാരെ, താങ്ക്സ് ഫോർ വാച്ചിങ്.